वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മേടസംക്രമം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഈ വർഷത്തെ മേടസംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 തീയതി 2024 ഏപ്രിൽ 13 ശനിയാഴ്ച ഉദിച്ച് 36 നാഴിക 52 വിനാഴികയ്ക്ക്, അതായത് രാത്രി 9 മണി 4 മിനിറ്റിന് മകീര നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു. അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. മേടസംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. അതായത് മേടസംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ഫലങ്ങളുമാണ് ഉണ്ടാവുക. അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളും പറയാം. ഉത്രാട നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണം വളരെയധികം വിനയശീലമുള്ളവരും ഹാസ്യം ഇഷ്ടപ്പെടുന്നവരുമൊക്കെയാണ്. ഇവർക്ക് എപ്പോഴും പ്രത്യക്ഷത്തിലല്ലാത്ത ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. പിന്നെ ചെറിയ തോതിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഒരു ദേശസഞ്ചാരിയൊക്കെ ആയിരിക്കും. വളരെയധികം ദയയുള്ളവനൊക്കെയാണ്. ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്രാട നക്ഷത്രം മധ്യഷൽക്കത്തിൽ വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും സൽകീർത്തിയും പ്രതാപവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. പിന്നെ വിശേഷ സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരും. ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറുകയും ദാമ്പത്യത്തിൽ ഐക്യത വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. ഈ വർഷത്തെ വിഷുബലത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.